താങ്കളുടെ ഒരു കണ്ടുപിടുത്തം നായർ സ്കെയിൽ, അതിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ താല്പര്യമുണ്ട്. നായർ സ്കെയിൽ എന്ന് പറയുന്നത് എൻ്റെ പ്രൊഫസറും സഹപ്രവർത്തകരും പിന്നെ ഈ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി അവർ തന്ന ഒരു പേരാണ്. അത് ആദ്യം കണ്ടുപിടിച്ചത് ഞാനായതുകൊണ്ട് നായർ സ്കെയിൽ, അജിത് നായർ എന്നുള്ളതിൻ്റെ ലാസ്റ്റ് നെയിമായ നായർ സ്കെയിൽ എന്ന് അവരങ്ങ് പേര് കൊടുത്തതാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ ആർട്ടിഫിഷ്യൽ ഹാർട്ടിൻ്റെ റിസർച്ചൊക്കെ കഴിഞ്ഞ് ഈ കൃത്രിമ അവയവ നിർമ്മാതാക്കളായ ബോസ്റ്റൺ സയൻറ്റിഫിക് എന്ന കമ്പനിയിൽ ശാസ്ത്രജ്ഞനായിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ അങ്ങനെ അവരെനിക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ച് തന്നത് അവരുടെ ഈ അന്യൂറിസം എന്ന് പറഞ്ഞൊരു ഒരു 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 രോഗമുണ്ട്, ഒരു അവസ്ഥാവിശേഷമുണ്ട്. അതായത് നമ്മുടെ ബ്രെയിനിലെ ഞരമ്പുകൾ അല്ലെങ്കിൽ ബ്ലഡ് വെസൽസ് ബലൂൺ പോലെ വീർത്തിട്ട് അത് പൊട്ടിപ്പോവും. അപ്പോൾ നമുക്ക് കഠിനമായ തലവേദനയൊക്കെ വരും. അപ്പോൾ അതിനുവേണ്ടി അതിൻ്റെ ഒരു ഇപ്പോഴത്തെ അതുവരെ ഉണ്ടായിരുന്ന ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല ഓപ്പറേഷൻ ചെയ്തിട്ട് ഈ അന്യൂറിസം എന്ന് പറയുന്ന ഈ ബലൂൺ ക്ലിപ്പ് ചെയ്തിട്ട് ആ ബലൂൺ അങ്ങ് ചുങ്ങുക, ആ ഇതാണ്. അപ്പോൾ അതൊരു വലിയ ഓപ്പറേഷനാണ്. പക്ഷേ ഈ ബോസ്റ്റൺ സയൻറ്റിഫിക്കിനൊരു ടെക്നോളജി ഉണ്ടായിരുന്നു. അവർ ഈ കാത്തീട്രൈസേഷൻ എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ ടെക്നോളജി വഴി ബ്രെയിനിൽ ചെന്നിട്ട് ആ ബ്രെയിനകത്ത് ചില മെറ്റാലിക് കോയിലുകൾ ഇട്ട് കഴിഞ്ഞാൽ അവിടെ മാത്രം രക്തം കട്ട പിടിച്ച് അതങ്ങ് ചുങ്ങും. അപ്പോൾ രോഗിക്ക് ഓപ്പറേഷൻ കൂടാതെ, അതായത് ഏതാണ്ട് 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞ് വളരെ സന്തോഷവാനായിട്ട് തിരിച്ചു പോയി. ഇപ്പോൾ എല്ലായിടത്തും, ലോകത്ത് എല്ലായിടത്തും അവൈലബിളാണ്. ആ റിസർച്ചിൽ അവർക്ക് ഈ രക്തം കട്ട പിടിക്കുന്ന ഒരു ടെക്നോളജി വേണം. ഞാൻ ഇത്ര നാൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന രക്തം കട്ട പിടിക്കാതിരിക്കാൻ എങ്ങനെ നോക്കാമെന്നുള്ളതാണ്. പെട്ടെന്ന് അവർ പറഞ്ഞു ഞങ്ങൾക്ക് രക്തം കട്ട പിടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ച് അത്ര ബുദ്ധിമുട്ടുള്ളൊരു സംഗതിയല്ല. കാരണം ഈ രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഞാൻ എന്തെല്ലാം ചെയ്തോ അതെല്ലാം ഒന്ന് തിരിച്ച് ചെയ്താൽ മതിയെന്ന് എനിക്ക് തോന്നി. ഞാൻ അങ്ങനെ ആ ഒരു റിസർച്ചിൽ വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്തു. അതായത് ഈ നമ്മുടെ ഈ ഡിവൈസ് മനുഷ്യനിൽ ഇംപ്ലാന്റ് ചെയ്യുന്നതിന് മുമ്പ് ആനിമൽ ഇംപ്ലാന്റേഷൻ, അതായത് നമ്മൾ ഈ ചെറിയ മൃഗങ്ങളിൽ എലി, മുയലെ പോലത്തെ ഗിനിപിഗ് എന്ന് പറയുന്ന പോലെ മുയൽ പോലത്തെ ആനിമൽ ഇംപ്ലാന്റ് ചെയ്തിട്ട് അതിനെ എടുത്തു കഴിയുമ്പോഴത്തേക്ക് എന്തുമാത്രം രക്തം അതിൽ കട്ട പിടിച്ചിട്ടുണ്ടെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ഈ ഡിവൈസ് മനുഷ്യനിൽ എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ളതിന് നമുക്കൊരു സ്കെയിൽ ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ വൺ ഓൺ വൺ ഓരോ ഡിവൈസും എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളതിന് ഒരു സ്കെയിലുണ്ട്. ഇന്നത് സ്കെയിൽ 2-ൽ പെർഫോം ചെയ്യും, സ്കെയിൽ 3-ൽ പെർഫോം ചെയ്യും. അങ്ങനെ ഓരോ ഡിവൈസിനും, ഓരോ മെറ്റീരിയലിനും, ഓരോ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനും ഞാനൊരു സ്കെയിൽ ഡെവലപ്പ് ചെയ്ത് നമ്മുടെ ഈ പീരിയോഡിക് ടേബിൾ പോലത്തെ ഒരു ചാർട്ടാക്കി. അപ്പോൾ അതിന് അവർ നായർ സ്കെയിൽ എന്ന് പേര് കൊടുത്തു. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ബോസ്റ്റൺ സയൻറ്റിഫിക്കിൽ അത് അറിയപ്പെടുന്നത്. അതാണ് നായർ സ്കെയിലിൻ്റെ ഇത് ശരിക്കും പരസ്പര പൂരകങ്ങളാണ്. ഒന്ന് ക്ലോട്ട് ചെയ്യാതിരിക്കാനുള്ള ടെക്നോളജി, ഒന്ന് ക്ലോട്ട് ചെയ്യാനുള്ള ടെക്നോളജി. ക്ലോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ രക്തം കട്ട പിടിക്കുക. താങ്കൾ അമേരിക്കയിൽ എത്തുന്നതിന് മുമ്പ് കേരളത്തിൽ ശ്രീ ചിത്ര മെഡിക്കൽ സെൻ്ററിൽ ജോലി ചെയ്തിരുന്നുവല്ലോ. അവിടുത്തെ അനുഭവങ്ങൾ ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടർ വലിയത്താനായിരുന്നു ഡോക്ടർ ശ്രീത്ര മെഡിക്കൽ സെൻ്ററിൻ്റെ ഡയറക്ടർ. അവിടെയാണ് ഞാൻ ജോയിൻ ചെയ്തത്. അവിടെ ഒരുപാട് പേര് എന്നെ കരിയർ ഡെവലപ്പ് ചെയ്യുന്നതിൽ സഹായിച്ചിട്ടുണ്ട്. ഡോക്ടർ വലിയത്താൻ ഓഫ് കോഴ്സ് അദ്ദേഹം ഒരു നിമിത്തമാണ്. പിന്നെ എൻ്റെ ഇമ്മീഡിയറ്റ് ബോസായിരുന്ന ഡോക്ടർ രമണി, ഇപ്പോൾ അദ്ദേഹം TTKയുടെ സീനിയർ വൈസ് പ്രസിഡൻ്റാണ് ഇന്ത്യയിൽ. അതുപോലെ തന്നെ ഡോക്ടർ ഭുവനേശ്വർ എന്ന് പറഞ്ഞ ഈ കൃത്രിമ ഹൃദയ വാൽവിൻ്റെ പ്രോജക്റ്റിൻ്റെ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ അദ്ദേഹമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ശ്രീത്ര മെഡിക്കൽ സെൻ്ററിൻ്റെ ഡയറക്ടറായ ഡോക്ടർ മോഹൻദാസ്. കാരണം ഇവിടെ വന്ന് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും അപ്പോഴും ശ്രീത്ര മെഡിക്കൽ സെൻ്ററുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ചില വർക്കുകൾ നടത്താനും ഓരോ തവണ ഞാൻ നാട്ടിൽ പോകുമ്പോഴും ഇവിടുത്തെ നടക്കുന്ന ലേറ്റസ്റ്റ് റിസർച്ചിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവിടുത്തെ അറിയിക്കാൻ വേണ്ടി അദ്ദേഹം എന്നോട് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ് അവിടെ ലെക്ചറും ടോക്കും ഒക്കെ കൊടുക്കുമായിരുന്നു. അങ്ങനെ വളരെ ഒരു ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള, ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ശ്രീത്ര മെഡിക്കൽ സെൻ്ററുമായിട്ടുള്ള എൻ്റെ ബന്ധം. അപ്പോൾ എൻ്റെ ഈ ബയോമെഡിക്കൽ കരിയറിലെ ഒരു മോൾഡിങ് പോട്ട് എന്ന് പറയുന്നത് ശ്രീത്ര മെഡിക്കൽ സെൻ്റർ ആയിരുന്നു. അവിടെ നിന്നാണ് ഞാൻ ഈ ഫീൽഡിലോട്ട് വരുന്നത് തന്നെ. ശ്രീത്ര മെഡിക്കൽ സെൻ്ററുമായിട്ട് അത്ര ഒരു വലിയ ആത്മബന്ധമുണ്ട്. ഇപ്പോഴും എൻ്റെ കൂടെ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്ന ആത്മസുഹൃത്തുക്കളോടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബയോമെറ്റീരിയൽസ് രംഗത്തെ ഒരു പ്രശസ്തനായ ശാസ്ത്രജ്ഞനായ ഡോക്ടർ ചന്ദ്ര പി ശർമ്മ,
അദ്ദേഹം അവിടുത്തെ ശാസ്ത്രജ്ഞൻ. അദ്ദേഹം ഇവിടെ ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റി ഓഫ് യൂട്ടായിൽ നിന്ന് തന്നെ വളരെ കാലം മുമ്പ്, എൻ്റെ വളരെ സീനിയറാണ് അദ്ദേഹം, വളരെ കാലം മുമ്പ് PhD ചെയ്ത് ഡോക്ടർ കോൾഫിൻ്റെ കൂടെ അന്ന് കുറച്ച് കാലം അദ്ദേഹം വർക്ക് ചെയ്തതാണ്. അദ്ദേഹം ലെയ്മാൻ എന്ന് പറഞ്ഞ വേറൊരു പ്രൊഫസറുടെ, അതുപോലെ തന്നെ ഫേമസ് ആയിട്ട് അദ്ദേഹം പോളിമറിൻ്റെ ആളായിരുന്നു ലെയ്മാൻ, അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്. അപ്പോൾ വ്യക്തിപരമായിട്ടും സ്ഥാപനപരമായിട്ടും പിന്നെ നമ്മുടെ നാടിനോടുള്ള ആ ബന്ധം എല്ലാം ഒരു പുക്കിൾക്കൊടി ബന്ധം പോലെ ശ്രീത്ര മെഡിക്കൽ സെൻ്ററുമായിട്ട് ഇപ്പോഴും ഉണ്ട്. എന്നെ ഈ നിലയിലെത്തിച്ചതിൽ ശ്രീത്ര മെഡിക്കൽ സെൻ്ററിനുള്ള പങ്ക് ഒരിക്കലും വിസ്മരിക്കാൻ സാധ്യമല്ല. ഇനി നമുക്ക് താങ്കളെക്കുറിച്ച് കുറച്ച് അറിയാൻ ആഗ്രഹമുണ്ട്. താങ്കളുടെ വിദ്യാഭ്യാസം ഏതെല്ലാം സ്ഥാപനങ്ങളിലായിരുന്നു? എൻ്റെ ചെറുപ്പകാലം വളരെ തുടക്കം, ഞാൻ കോട്ടയം സ്വദേശിയാണ്. കോട്ടയത്ത് MT സെമിനാരി ഹൈസ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ടായിരുന്നു. അവിടെ നിന്നാണ് SSLC പാസ്സാകുന്നത്. ആ സ്കൂള് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ആദ്യമായിട്ട് കേരളത്തിലെ ഏറ്റവും നല്ല സ്കൂളിലുള്ള ചാക്കീരി അഹമ്മദ് കുട്ടിയെ അവാർഡ് ഏർപ്പെടുത്തിയപ്പോൾ അത് ആദ്യം കിട്ടിയ സ്കൂളാണത്, MT സെമിനാരി സ്കൂള്. എൻ്റെ പല സുഹൃത്തുക്കളും ഇപ്പോൾ അമേരിക്കയിലും ഉണ്ട്. അവിടുന്ന് പ്രശസ്തമായിട്ടുള്ള SB കോളേജിലാണ് ഞാൻ പ്രീ ഡിഗ്രി, അന്ന് പ്രീ ഡിഗ്രിയാണ്, ഇന്നത്തെ പോലെ 8+4 +2 അല്ല. പ്രീ ഡിഗ്രി SB കോളേജിൽ നിന്ന് പാസ്സായി. അവിടെ നിന്ന് പഴയ REC, ഇപ്പോൾ NIT എന്നറിയപ്പെടുന്ന REC ശ്രീനഗർ, അത് തെക്കേ അറ്റത്തുനിന്ന് വടക്കേ അറ്റത്തെത്തിയാണ് ഞാൻ പഠിച്ചത്. അന്ന് വളരെ പ്രശസ്തമായിട്ടുള്ള നിലയിൽ, പിന്നീട് അവിടുത്തെ കാശ്മീരിലെ ഇഷ്യൂസൊക്കെ കാരണം അതിൻ്റെ ജമ്മുവിലേക്ക് മാറ്റുകയൊക്കെ ചെയ്തു. അന്ന് വളരെ പ്രശസ്തമായ രീതിയിൽ നടന്നിരുന്ന ഒരു സ്ഥാപനമായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ എൻ്റെ BTech പാസ്സാകുന്നത്. അത് കഴിഞ്ഞ് ഖരഗ്പൂറുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി IITയിൽ നിന്ന് മാസ്റ്റേഴ്സ് ബിരുദം നേടി. അതിനുശേഷമാണ് ഞാൻ ശ്രീത്ര മെഡിക്കൽ സെൻ്ററിൽ ജോയിൻ ചെയ്യുന്നത്. ശ്രീത്ര മെഡിക്കൽ സെൻ്ററിലെ ജോലിക്ക് ശേഷമാണ് ഇതുപോലെ ഫെലോഷിപ്പ് കിട്ടി അമേരിക്കയിൽ വരികയും അമേരിക്കയിൽ വന്ന് ഡോക്ടർ കോൾഫിൻ്റെ കൂടെ യൂണിവേഴ്സിറ്റി ഓഫ് യൂട്ടായിൽ നിന്ന് PhD നേടുകയും അങ്ങനെ BTech MTech സ്കൂളിംഗ് മുതലുള്ള എൻ്റെ കോട്ടയത്തു നിന്ന് തുടങ്ങി കാശ്മീർ വഴി, ഖരഗ്പൂർ വഴി, പിന്നെ തിരുവനന്തപുരം വഴി അമേരിക്കയിലെത്തിയ ഒരു വിദ്യാഭ്യാസ ചരിത്രമാണ് ഉള്ളത്. കേരളത്തിൽ എവിടെയാണ് സ്വദേശം? സ്വദേശം കോട്ടയം ജില്ലയിൽ ഞീഴൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതായത് കടുത്തുരുത്തി എന്ന് പറഞ്ഞാൽ പലരും അറിയായിരിക്കും. അതിനേക്കാൾ അറിയാവുന്നത് നമ്മുടെ മുൻ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീമാൻ KR നാരായണൻ്റെ ഉഴവൂർ, ഞീഴൂർ രണ്ട് അടുത്തടുത്ത് കിടക്കുന്ന സ്വദേശമാണ്. ഉഴവൂർ ഞാൻ മെൻഷൻ ചെയ്യാൻ കാരണം എൻ്റെ അമ്മയുടെ വീട് ഞീഴൂരും അച്ഛൻ്റെ വീട് ഉഴവൂരുമാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ സ്കൂൾ, അതായത് LP സ്കൂളുമൊക്കെ ഞാൻ ഞീഴൂർ ആണ് പഠിച്ചത്. അത് കഴിഞ്ഞ് 5ാം ക്ലാസ് 6ാം ക്ലാസ് ആയപ്പോഴാണ് ഈ MT സെമിനാരി സ്കൂളിലോട്ട് വരുന്നത്. അച്ഛൻ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ കുറച്ചു കാലം അച്ഛൻ്റെ ട്രാൻസ്ഫറിൻ്റെ ഒക്കെ കൂടെ നടന്നെങ്കിലും പിന്നീട് അച്ഛനെ ബോർഡിങ്ങിലാക്കി MT സെമിനാരി സ്കൂളിൽ. അങ്ങനെ ബോർഡിങ്ങിലുമൊക്കെ പഠിച്ച് ഇതുപോലെ ചെറുപ്പകാലം, അപ്പോൾ കോട്ടയം ജില്ലയായിരുന്നു എൻ്റെ സ്കൂളിങ്ങും ചെറുപ്പകാലവും ചെലവഴിച്ചത്. സയൻസ് ടെക്നോളജി അല്ലാതെ മറ്റ് ഇൻട്രസ്റ്റ് എന്തെല്ലാമാണ്? ഞാൻ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് സ്പോർട്സിൽ പങ്കെടുക്കുമായിരുന്നു. അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്നോണം ഞാൻ ഒരു കാലത്ത് നന്നായിട്ട് ചെസ്സ് കളിക്കുമായിരുന്നു. അത് ജൂനിയർ ലെവലിലൊക്കെ നന്നായിട്ട് ഡിസ്ട്രിക്ട് ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഒക്കെ സ്റ്റേറ്റ് ലെവലിൽ കളിക്കാൻ സാധിച്ചില്ല, പക്ഷേ സ്റ്റേറ്റ് ലെവലിലേക്ക് സെലക്ഷൻ കിട്ടി. ചെസ്സ് കളി ഇപ്പോഴും ഉപേക്ഷിച്ചിട്ടില്ല, ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ കളിക്കും. പിന്നെ അമേരിക്കയിൽ വന്നതിന് ശേഷം ഈ ഗോൾഫ് കളി ശീലിച്ചെടുത്തു. അത് ശരിക്കും സംഭവിച്ചത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂണിവേഴ്സിറ്റിയിൽ ഗോൾഫ് കളി ചേർന്ന് കഴിഞ്ഞാൽ 2 ക്രെഡിറ്റ് അവേഴ്സ് കിട്ടുമായിരുന്നു. അതിനു വേണ്ടി ചേർന്നതാണ്. കാരണം അത് എളുപ്പത്തിൽ അങ്ങ് ക്രെഡിറ്റ് ഫില്ല് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ അതിൽ ഇൻട്രസ്റ്റ് കയറി ഗോൾഫ് കളി ഒരു പാഷനായിട്ടെടുത്ത് ഗോൾഫ് കളിക്കാറുണ്ട്. പിന്നെ വായന, ട്രാവലിംഗ്, ഇതൊക്കെയാണ്. അപ്പോൾ അതുകൂടാതെ ഇടയ്ക്കിടയ്ക്ക് ഏകാന്തത കിട്ടുമ്പോൾ ചെറിയ ചെറിയ കവിതകൾ എഴുതുന്ന ഒരു ദുസ്വഭാവവും ഉണ്ട്. ഏഷ്യാനെറ്റ് പ്രേക്ഷകരോടൊപ്പം താങ്കളുടെ വിലയേറിയ സമയം ചിലവഴിച്ചതിൽ വളരെ നന്ദി. അവസാനമായി പ്രേക്ഷകരോട് താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രതിബന്ധങ്ങളിൽ പതറാതിരിക്കുക. ഞാൻ എൻ്റെ പ്രൊഫസറുടെ വാക്കുകൾ വീണ്ടും ആവർത്തിക്കുന്നു. ഡിഫിക്കൽട്ടീസ് ആർ ഓപ്പർച്യൂണിറ്റീസ്. എന്ത് പ്രയാസമുണ്ടായെങ്കിലും അതിൽ ഒരു അവസരമുണ്ടെന്ന് കാണുക. അതുപോലെ തന്നെ ഹൃദയത്തിൽ, മനസ്സിൽ ഒരു സ്വപ്നം സൂക്ഷിക്കുക, അതിനെ ജ്വലിപ്പിച്ച് നിർത്തുക. നമ്മളുടെ മുൻ രാഷ്ട്രപതി ശ്രീ അബ്ദുൽ കലാം പറഞ്ഞ പോലെ, ഡ്രീം ബിഗ് ആൻഡ് കീപ് ദ ഫയർ. ഈ ഒരു അവസരം ഒരുക്കി തന്ന ഏഷ്യാനെറ്റിനും അതിൻ്റെ എല്ലാ ടീം അംഗങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം.